സഹിൻ, കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ടി ബി മിനി വളരെ രൂക്ഷമായ ഭാഷയിൽ വൈകാരികമായി കൂടിയാണ് പ്രതികരിക്കുന്നത്. പല കാരണങ്ങളുണ്ടാകും. പല വാർത്തകളെ പറ്റി, ഓൺലൈൻ പോർട്ടലുകളെ പറ്റിയും ഉൾപ്പെടെ അവർ പറയുന്നുണ്ടായിരുന്നു. ദിലീപ് കുറ്റക്കാരനാണെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം വ്യക്തമായ തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. അത് കോടതി അംഗീകരിച്ചോ ഇല്ലയോ എന്ന കാര്യം രണ്ടാമതാണ്. പക്ഷേ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇത്ര നാളത്തെ അന്വേഷണമാണ്. മാത്രമല്ല, നാളെയും ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ കുറ്റക്കാരായ മുഴുവൻ ആളുകൾക്കും ശിക്ഷ ലഭിക്കണം. നിയമത്തിൻ്റെ പഴുതിലൂടെ അവർ ചാടിപ്പോകരുത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ഒരു വലിയ വൈകാരികമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ ടി ബി മിനിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. സഹിൻ, തീർച്ചയായിട്ടും വലിയ വൈകാരികമായ പ്രതികരണം തന്നെയാണ്. അതിനിടയിൽ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കാം. ഇപ്പോൾ കോടതി മുറിയിൽ ജഡ്ജി എത്തി. ഇപ്പോൾ കേസുകൾ പരിഗണിച്ചു തുടങ്ങുന്നു. മറ്റ് കേസുകൾ പരിഗണിച്ച ശേഷം കേസെടുക്കാമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒന്നാമത്തെ ഐറ്റമായി എടുക്കേണ്ടിയിരുന്ന കേസ് താഴേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. മറ്റ് കേസുകൾ കൂടി വിളിച്ചു പോകേണ്ട കേസുകളുണ്ട്. അതുകൂടി വിളിച്ചതിന് ശേഷം ഈ കേസ് പരിഗണിക്കാമെന്നുള്ളതാണ് കോടതി അറിയിക്കുന്നത്. സൈഫുനിസ അലിയാർ അകത്തു നിന്നും ഈ വാർത്തകൾ ബ്രേക്കിംഗ് ഗ്രൂപ്പുകളിലേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിനി പറയുന്നത് താൻ അഭിഭാഷകയുടെ അതിജീവിതയുടെ അഭിഭാഷകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം വരെ തൻ്റെ വക്കാലത്ത് നിലനിൽക്കുമെന്നുള്ളതാണ്. നാളെ മുതൽ തനിക്ക് അഡ്വക്കേറ്റ് ടി ബി മിനി മാത്രമാണ്. അതുകൊണ്ട് തനിക്ക് എന്തും പറയാം എന്നുള്ളതാണ്. കൂടാതെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ തെളിവുകളുണ്ട്. ദിലീപ് കുറ്റക്കാരനാണെന്നുള്ള വാദത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞു വയ്ക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അതിനുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് അവർ ഇപ്പോഴും ശക്തമായി തന്നെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് സംബന്ധിച്ചുള്ള തെളിവുകൾ കോടതിയാണ് പരിഗണിക്കേണ്ടത്. കോടതി അതിനെ പരിഗണിച്ചതിന് ശേഷമായിരിക്കാം ഇത്തരം വിധികളൊക്കെ വന്നിട്ട്. അതൊക്കെ കോടതിയുടെ വിവേചനാധികാരത്തിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളത് സംബന്ധിച്ച് ഒരു തീരുമാനം പറയാൻ ആളുകളല്ല. പക്ഷേ ഇപ്പോഴും അതിജീവിതയുടെ അഭിഭാഷക പറഞ്ഞു വയ്ക്കുന്ന ചില കാര്യങ്ങൾ, അതിൽ ഈ ദിലീപ് കുറ്റക്കാരനാണെന്നുള്ളൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ. തനിക്കത് സംബന്ധിച്ച് 100% തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണം താൻ നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അവർ പറയുന്നുണ്ട്. തൻ്റെ മുൻപ് താൻ നടത്തിയിട്ടുള്ള സമരങ്ങളെക്കുറിച്ചൊക്കെ ചില പോർട്ടലുകളിൽ മോശമായി പറഞ്ഞു വയ്ക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? താനും ഒരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ളൊരു കാര്യം മറന്നുപോകുന്നു. അതിജീവിതയെ സഹായിക്കുക മാത്രമാണ് താൻ ചെയ്തിരിക്കുന്നത്. ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ തൻ്റെ കടമ താൻ നിർവഹിച്ചു. അതിനായി ഇത്രയധികം ആരോപണങ്ങളും ഒപ്പം തന്നെ അപവാദങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ടി ബി മിനി വ്യക്തമാകുന്നത്. എന്തായാലും കോടതി ഇപ്പോൾ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് കേസുകൾ പരിഗണിച്ച ശേഷം മാത്രം ഈ കേസ് പരിഗണിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്ക് കോടതി എത്തിച്ചേർന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഇനി 6 പ്രതികളാണ് നിലവിലുള്ളത്. ഈ 6 പ്രതികളുടെയും കേസുകൾ കോടതിക്ക് ഈ 6 പ്രതികളുടെയും ശിക്ഷ കോടതിക്ക് വിധിക്കേണ്ടതുണ്ട്. 6 പ്രതികളും കൂട്ടബലാത്സംഗം നിലനിൽക്കും, അല്ലെങ്കിൽ 6 പ്രതികൾക്കെതിരെയും കൂട്ടബലാത്സംഗം നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തിയതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ എത്രയായിരിക്കുമെന്ന് നമ്മൾക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. പക്ഷേ കുറഞ്ഞ ശിക്ഷ 20 വർഷമെങ്കിലും ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം കൂട്ടബലാത്സംഗത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് കുറഞ്ഞത് 20 വർഷമാണ്. അതുകൊണ്ട് തന്നെ 20 വർഷം കുറഞ്ഞ ശിക്ഷയെങ്കിലും നിലനിൽക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൾസർ സുനിയും മാർട്ടിനും അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ ഇനി എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കേസിൽ 10 പ്രതികൾ ഉണ്ടായിരുന്നു. അതിൽ 6 പ്രതികളെ മാത്രമാണ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. ഈ കുറ്റക്കാർക്കുള്ള ശിക്ഷ അല്പനേരത്തിനുള്ളിൽ തന്നെ വിധിക്കുകയും ചെയ്യും. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. 8ാം പ്രതി ദിലീപിനെ അടക്കം വെറുതെ വിടുകയും ചെയ്തിരിക്കുകയാണ്. സഹിൻ ആന്റണി കോടതി വളപ്പിൽ നിന്നാണ് തത്സമയം നമുക്കൊപ്പം തുടരുന്ന ഷബ്ന സിയാദ് ലീഗൽ ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യം മറ്റു ചില കേസുകൾ പരിഗണിച്ച ശേഷം കേസെടുക്കാം എന്നാണ് ജഡ്ജി പറയുന്നത്. കോടതി നടപടികൾ സാധാരണ പതിവ് പോലെ 11 മണിക്ക് ആരംഭിച്ചു. എന്നാൽ ആദ്യം ഇന്നിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മറ്റ് കേസുകളുണ്ട്. ഈ കേസുകൾ പരിഗണിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷാവിധിയിൽ വാദം നടത്താമെന്ന് ജഡ്ജി ഹണിയം വർഗീസ് ആദ്യം തന്നെ വ്യക്തമാക്കുകയും തുടർന്ന് മറ്റ് കേസുകളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് കേസുകൾ എന്ന് പറയുമ്പോൾ അത് വിശദമായി വാദം കേൾക്കേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേസുകൾ ഒരുപക്ഷെ ആകാൻ സാധ്യതയില്ല. ലിസ്റ്റ് ചെയ്ത കേസുകൾ എടുത്തതിന് ശേഷം ഈ കേസിൽ വിശദമായ വാദം കേൾക്കേണ്ട കേസാണ്.
അതുകൊണ്ട് തന്നെ വാദം കേട്ട് അത് ശിക്ഷ പറയേണ്ടതുണ്ട്. കാരണം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാവിലെ തന്നെ ഈ മറ്റ് കേസുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇതിൽ പ്രതികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതി കേൾക്കും. പ്രതികൾ ആദ്യം തന്നെ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധിയിലുള്ള കാര്യങ്ങളായിരിക്കും പറയുക. ശിക്ഷ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇനിയിപ്പോൾ തങ്ങൾ കുറ്റം ചെയ്തില്ലെന്നോ അല്ലെങ്കിൽ നിരപരാധിയാണെന്നോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ കോടതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കില്ല പറയുക. പകരം ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാം ജീവപര്യന്തം വരെ തടവ് അല്ലെങ്കിൽ ജീവിതാവസാനം വരെ തടവ്, മറ്റൊന്ന് 20 വർഷം തടവും പിഴയും, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുണ്ട്. മാക്സിമം ജീവിതാവസാനം വരെ തടവ് എന്ന് പറയുന്ന ശിക്ഷ പോലും കിട്ടാകുന്ന കുറ്റകൃത്യമാണ് ഇവർക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇവരുടെ വീട്ടിലെ സാഹചര്യം, പ്രത്യേകിച്ച് പൾസർ സുനിയുടെ അഭിഭാഷകൻ തന്നെ പറഞ്ഞത് ശിക്ഷയിൽ ഇളവ് വേണം എന്നാവശ്യപ്പെടും എന്ന് തന്നെയാണ്. സാധാരണ നമുക്കറിയാം എല്ലാ കേസുകളിലും എല്ലാ പ്രതികളും അത്തരത്തിൽ തന്നെ ആവശ്യപ്പെടാറുണ്ട്. ശിക്ഷയിൽ ഇളവ് വേണം, പ്രായമായ അമ്മയുണ്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതികൾ കോടതിയിൽ പറയാറുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങൾ ഈ കേസിലെ പ്രതികളും പറയും. അതിനുശേഷം ആ പ്രതികളുടെ അഭിഭാഷകർക്കും ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. ശിക്ഷാവിധി, പരമാവധി ശിക്ഷയിൽ ഇളവ് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ അഭിഭാഷകരും പറയും. പിന്നീടായിരിക്കും പ്രോസിക്യൂഷനോട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ പറഞ്ഞ ശിക്ഷയിൽ ഇളവ് വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പ്രോസിക്യൂഷൻ എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുക. അതിനുശേഷം പ്രോസിക്യൂഷൻ ഈ കേസിൽ പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നൊരു നിലപാട് സ്വീകരിക്കും. പബ്ലിക് പ്രോസിക്യൂട്ടർ അജകുമാറിൻ്റെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ കേസ് പൈശാചികമായ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. 6 പ്രതികൾ ഓടുന്ന വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ ഹീനമായ രീതിയിൽ ഇത് ഉപദ്രവിക്കുകയായിരുന്നു. പൈശാചിക കുറ്റകൃത്യത്തിന് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ പ്രതികൾക്ക് നൽകണം എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ ഉള്ളത്. അതിൽ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൽ ഫോറൻസിക് തെളിവുകൾ അടക്കം അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഹാജരാക്കിയാണ് ഈ കേസ് തെളിയിച്ചിട്ടുള്ളത്. 6 പേരെയും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. എല്ലാ വകുപ്പുകളിലും അത് എടുത്തു പറയേണ്ടതുണ്ട്. പോലീസ് ചുമത്തിയ എല്ലാ വകുപ്പുകളിലും ഇവർ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഈ എല്ലാ വകുപ്പുകളിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നത് തന്നെ അവർക്ക് കൃത്യമായ തെളിവുകൾ, ഈ 6 പേർക്കെതിരെയുമുള്ള തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചതുകൊണ്ടാണ്. ആ രീതിയിൽ പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഈ കേസ് ഈ 6 പേരെ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യമായി തന്നെ പ്രോസിക്യൂഷൻ കരുതുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരമാവധി ശിക്ഷ ഈ പ്രതികൾക്ക് നൽകുക എന്ന നിലപാടിൽ പ്രോസിക്യൂഷൻ എത്തുന്നത്. ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ അത്തരത്തിലൊരു നിലപാടിലേക്ക് പോകും. അത് കോടതിയിൽ പറയും. ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കോടതി നോട്ട് ചെയ്യും. നോട്ട് ചെയ്തതിനു ശേഷം അത് രേഖപ്പെടുത്തി അതും വിധിയുടെ ഭാഗമായി വരേണ്ടതുണ്ട്. അതായത്